എല്ലാവർക്കും നമസ്കാരം. അടുത്ത ആഴ്ച മാർക്കറ്റിന്റെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് പരിശോധിക്കാം. മാർക്കറ്റ് ഒരു ചാനൽ പാറ്റേണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആദ്യമായി ലൈന് വരയ്ക്കാം. ഇവിടെ നോക്കൂ, മാർക്കറ്റ് താഴെ നിന്ന് സപ്പോർട്ട് എടുത്ത് മേലെ പോയി റെസിസ്റ്റൻസ് താഴേക്ക് വന്ന് വീണ്ടും സപ്പോർട്ട്, വീണ്ടും റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, വീണ്ടും താഴെ വന്നു, മുകളിലേക്ക് പോയി, താഴെ വന്നു, മുകളിലേക്ക് പോയി പകുതി വഴിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് ആയതുകൊണ്ട് ഒരു പക്ഷേ അല്ല, ബുള്ളിഷ്നെസ് ആയതുകൊണ്ട് ഈ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ലക്ഷ്യം വെച്ച് പോയേക്കാം. ഏകദേശം 23,000 പോയതിനു ശേഷമായിരിക്കാം മാർക്കറ്റിന്റെ മറ്റുള്ള ലെവൽ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുക. ഇവിടെ നോക്കൂ, ഈ ട്രെൻഡ് ലൈൻ, ഈ ചാനൽ പാറ്റേണിന്റെ ലൈൻ നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇനി അതല്ല, ഇവിടെ നിന്നും 23,000-ൽ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് വരാം. താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. ഇനി അതല്ല, ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു റീടെസ്റ്റ് നടത്തി മാർക്കറ്റ് അപ്ട്രെൻഡിലൂടെ മുകളിലേക്ക് പോകാം. മറ്റൊരു കാര്യം, ഇവിടെ നിന്നും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്ന് ഇവിടെ നിന്നും സപ്പോർട്ട് എടുക്കാതെ വീണ്ടും താഴെ വന്ന് ഒരു റീടെസ്റ്റ് നടത്തി വീണ്ടും താഴേക്ക് വരാം. ഈ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ഇനി ഇത് രണ്ടുമല്ല, ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഇവിടെ നിന്നും ട്രെൻഡ് ലൈൻ, അതായത് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി ഇങ്ങനെ സൈഡ് വേദികളിലും നീങ്ങാനുള്ള സാധ്യതകൾ മാർക്കറ്റിനുണ്ട്. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം. തികച്ചും വ്യത്യസ്തമല്ല. ഒരു വിഭിന്നമില്ലാത്ത രീതിയിൽ തന്നെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, ഒരു ബിഗ് റെസിസ്റ്റൻസ് എടുത്തു, അതേപോലെ സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ ഈ ഒരു ലൈനിൽ നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു ചാനൽ പാറ്റേൺ തന്നെയാണ്, നിഫ്റ്റിയുടെ സമാനമായ രീതിയിൽ തന്നെയാണ് ലൈനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ വരച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ബോട്ടം ലൈനും ഏകദേശം ഒരു ചാനൽ പാറ്റേൺ തന്നെയാണ്. നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ബുള്ളിഷ്നെസ് ആയതുകൊണ്ട് മാർക്കറ്റ് ഏകദേശം 49,850 വരെയോ 49,800 വരെയോ പോകാം. അതിനുശേഷം റെസിസ്റ്റൻസ് താഴേക്ക് വരാം. അതേപോലെ തന്നെ വീണ്ടും റെസിസ്റ്റൻസ് മേലേക്ക് വേണമെങ്കിൽ ഒരു സൈഡ് വേക്ക് നമുക്ക് കണക്കാക്കാം. അതല്ല, മാർക്കറ്റ് ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തി മുകളിലേക്ക് പോകാം. അതല്ല, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാതെ താഴേക്ക് വന്ന് ഒരു റീടെസ്റ്റ് നടത്തി വീണ്ടും താഴേക്ക് വരാം. ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അടുത്ത ആഴ്ചയിലെ പ്രഡിക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്നും നോക്കാം. ആദ്യമായി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 22,408 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് സപ്പോർട്ട് 22,350, തേർഡ് സപ്പോർട്ട് 22,265. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,480 ഫസ്റ്റ് റെസിസ്റ്റൻസും, സെക്കൻഡ് റെസിസ്റ്റൻസ് 22,555, തേർഡ് റെസിസ്റ്റൻസ് 22,620 വരെയും പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 48,145 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, 48,790 സെക്കൻഡും, അവിടെ നിന്ന് താഴെ വരികയാണെങ്കിൽ 48,030 വരെയും വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 48,360 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 48,800 സെക്കൻഡും, 48,625 തേർഡ് സപ്പോർട്ടുമായി ആക്റ്റീവെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 48,685. ഇനി നമുക്ക് ഇതിനേക്കുള്ള രണ്ട് ഇൻട്രാഡേ സ്റ്റോക്കുകൾ നോക്കാം. ഒന്നാമത്തേത് HDFC ലൈഫാണ്.
HDFC ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിംഗ് പോസിബിൾ ആണ്. ഇതിൽ ചെറുതായിട്ടൊരു ഇമ്പാക്റ്റ് ആണ്. 583 സെല്ലിംഗ് കൊടുക്കാം. 586 സ്റ്റോപ്പ് ലോസ് വെക്കണം. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. 580 ഒരുപക്ഷെ 583 എൻട്രി എടുത്ത് 586 പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും 583 നിങ്ങൾക്ക് റീഎൻട്രി എടുക്കാം. 580 577 വരെ പോകാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് BPCL ആണ്. BPCL ഒരു ബൈ എൻട്രി ആണുള്ളത്. $615 നമുക്കൊരു ബൈ എൻട്രി പോസിബിൾ ആണ്. 611 സ്റ്റോക്ക് ലോസ് വെക്കണം. 619 622 എന്നിങ്ങനെ ടാർഗറ്റ് ആവുന്നതാണ്. ഈ രണ്ട് സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ലോസ് കൃത്യമായി പാലിക്കുക. ഞങ്ങളുടെ വീഡിയോയും നിങ്ങൾ കാണുന്നതും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് പഠിച്ചുകൊണ്ട് പൂർണ്ണ അറിവോടുകൂടി ഇറങ്ങാൻ ശ്രമിക്കുക. ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.